ഹായ് ഗായ്സ് നമ്മളിന്ന് പറവൂര് പോകാൻ പോവാ. അമ്മൂന് വെക്കേഷൻ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മൂന് ഇന്ന് പോയി പറവൂര് കാണിക്കാമെന്ന്. ഞാൻ കണ്ടിട്ടില്ല ഗൈസ്, ഇതുവരെ പറവൂര് കണ്ടിട്ടേ ഇല്ല. അതാ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് അമ്മൂനെ പറവൂര് കാണിക്കാൻ കൊണ്ടുപോകണം. എൻ്റെ കൂടെ അമ്മൂന് എന്തൊക്കെയോ വിലപിടിപ്പുള്ള എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട്. ഫേസ് വാഷോ അങ്ങനെ എന്തൊക്കെയോ വിലപിടിപ്പുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇന്ന് അമ്മൂനെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ദിവസം, എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോണ ദിവസം. മറ്റേ യെസ് ചലഞ്ച് ഞാൻ എന്ത് പറഞ്ഞാലും പിന്നെ അപ്പം അതൊന്നല്ല, എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഇവർക്ക് റെക്കോർഡിൻ്റെ എന്തൊക്കെയോ ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പം അത് റെഡിയാക്കണം. അതിനൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ പോവാണ് പറവൂർക്ക്. അപ്പോൾ ഫ്ലൈറ്റ് എടുത്താൽ പോണേ. അപ്പോൾ പറവൂർക്ക് പോവാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ. അമ്മ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കണുണ്ടല്ലോ. മേക്കപ്പ് ഇട്ടൊന്നല്ല, പൊട്ടൊക്കെ തൊട്ടിരിക്കണം. ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എനിക്ക് പൊട്ടൊക്കെ തൊട്ടിരിക്കുക. അതുകൊണ്ടല്ല എനിക്ക് ഇവിടെ പോണായിരുന്നു. എന്തായാലും ഒരുങ്ങിയൊക്കെ വന്നിരിക്കണേ. എന്നെ കണ്ടില്ല, ഞാൻ നാച്ചുറലാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വഴിക്കാൻ വന്നിരിക്കുന്നു. എന്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ, ഇവർക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ മുഖം കാണുമ്പോൾ. എൻ്റെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, പൊട്ട് മാത്രമുള്ളൂ. അത് ഇവിടെ വരെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഇട്ടതാ. വിശ്വസിക്കണം ഗൈസ്, നിങ്ങൾ വിശ്വസിക്കണം. ഇല്ല, ഞാൻ വിശ്വസിച്ച്. അപ്പം നമ്മൾ ഇന്ന് പറവൂർക്ക് പോവാം. അപ്പോൾ പോയിട്ട് ഇനി കുളിക്കണം. കഴിക്കല് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ആദ്യമേ കുളിക്കൊന്നുമില്ല. ഇപ്പോഴില്ല, ഇവിടെ കുളിക്കണം. റെഡി ആയിട്ട് നമുക്ക് പറവൂർക്ക് പോവാം. ഓക്കെ, വാ. ഹായ് ഗൈസ്, നമ്മളിപ്പം റെഡി ആവാൻ പോവാ. അമ്മു ഏകദേശം റെഡി ആയി മതി. ഇനി ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്സ്. ഷാദു എൻ്റെ ഡ്രസ്സ് ഇട്ടേക്കുന്നു, ഞാൻ ഷാദു എൻ്റെ ഡ്രസ്സ് ഇട്ടേക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോവാ. റെഡി ആവട്ടെ, ബാ. റെഡിയായി. യെസ്, ഇനി അമ്മുവിൻ്റെ റെക്കോർഡിന് എന്തോ കോപ്പി എടുക്കാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് അത് വാങ്ങിക്കണം. പിന്നെ ബസ് പിടിച്ചിട്ട് പറവൂർ പോകണം. ഇന്ന് മിക്കവാറും ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ട് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സിസ്റ്റേഴ്സ് ഡേ ഔട്ടൊക്കെ ആകുമെന്ന് അറിയാൻ പാടില്ല. നോക്കാം. നമുക്ക് വെയിലും മഴയൊക്കെ വന്നു നമുക്ക് ഭയങ്കര പാടാണ്. നമ്മൾ എങ്ങനെയോ സെയിം കളറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ശരിയാകും, എങ്ങനെ ആവും എന്നൊക്കെ അറിയാൻ പാടില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് ആ സാധനമൊക്കെ വാങ്ങിച്ച് പോവാം. ഇപ്പോൾ എത്ര മണി? 10:30 കേസ്. അപ്പോൾ ഇറങ്ങാം. എപ്പോൾ എത്തും എന്നറിയാൻ പാടില്ല. പോയി നോക്കാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി. നല്ല വെയിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നല്ല വെയിലാണ്. കാണുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ, സൂപ്പർ വെയിലാണ്. ഗൈസ്, ദേ വരുന്നു നമ്മുടെ അമ്മു. റെഡി? പോവാം, ബാ ബാ. അങ്ങനെ അമ്മുവിൻ്റെ ചെരുപ്പ് വാങ്ങിക്കാൻ കയറിയിരിക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ പോയിട്ട് പിള്ളേർക്കുള്ള വെൽക്രോ ഒന്ന് മേടിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു. വെൽക്രോ വാങ്ങിച്ചു. അമ്മുവിന് ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ചിയാ സീഡ് വാങ്ങിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മാർജിൻ ഫ്രീയിൽ വന്നേക്കുക. ഹാൻഡ് വാഷ് തപ്പിക്കൊണ്ടിരിക്കണം ഗൈസ്. അവളെല്ലാം സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുള്ളൂ. ഹാൻഡ് വാഷ് തപ്പിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മാഗി പാസ്തയൊക്കെ വിൽക്കുന്ന സ്ഥലത്തോട്ടെത്തി ഗായ്സ്. നമ്മൾ പാസ്ത എടുക്കാമോ? ചീസി ടൊമാറ്റോ അല്ലേ നമ്മൾ അന്ന് എടുത്തത്, അതെടുക്കാമല്ലോ. എടുത്തോ. നമ്മൾ പെനിയിലാണ് ഗായ്സ്. അങ്ങനെ പർച്ചേസിങ്ങും ത്രെഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെനിയിൽ നിന്ന് ഇപ്പോൾ ദുബായ് കുനാഫ ടേസ്റ്റ് ചെയ്യാൻ പോകണം.
അടുത്തതായി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു കാരമൽ പോപ്പ് റോക്സ്. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചു പോവാണ്. മറച്ചരാണ്ട അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കണം. അതെ അതെ, സൂപ്പർ വെയിലാണ്. തോള് വേദന എടുത്തിട്ടുള്ളത് നിറച്ച് സാധനം. ആ ബാഗ് ഫുൾ സാധനമാണ്. ഇതാ ഗൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. കാട് മാത്രം നിങ്ങൾക്ക് കാണുള്ളൂ, എൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വെള്ള കളറാണ് നമ്മുടെ വീട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലം പരിചയം ഉണ്ടാവും, പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഇരിക്കാറ്. ഇതാണ് ഗൈസ് ഏഴിക്കര. നല്ല കാറ്റായിരിക്കും, പാടമൊക്കെ അതുണ്ട്. വാവ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിൽ അങ്ങനെ നമ്മൾ ചെന്നിട്ട് മേടിക്കാനുള്ള സാധനങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അല്ലേ, മേടിക്കാനൊക്കെ മേടിച്ചു. ഞാൻ ത്രെഡ് ചെയ്യാൻ ഉണ്ടായി, അത് ചെയ്തു. അത്യാവശ്യം പോയ പരിപാടികളൊക്കെ നടന്നു. പിന്നെ ഈ ഗേൾസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞത് കാരണം അമ്മൂന് എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പെനി കയറിയത്. ആ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു പ്ലാനിൽ നമ്മൾ പോയി. ഫ്ലേവറൊക്കെ നമ്മൾ പുതിയ ഫ്ലേവറൊക്കെ ട്രൈ ചെയ്ത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയത്? 10:30 ഇറങ്ങിയതല്ലേ. 10:30 ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ 1:15 എത്തിയിട്ട് 1:15 നമുക്ക് വീടെത്തി. ഇനി നമുക്ക് എന്താണ് ചെന്നിട്ട് ഫുഡ് കഴിക്കണം. ഫസ്റ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല വിശക്കുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഗൈസ്, പ്രൊഡക്റ്റ് ഒന്നും കണ്ട് നിങ്ങൾ ഇതാവരുത്. നമ്മളങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മളിങ്ങനെ മാറി മാറി അതെല്ലാം യൂസ് ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് പോയിട്ട് അകത്ത് കയറിയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, അമ്മ എന്താ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് അറിയാമോ? നമുക്ക് പോയിട്ട് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. കഴിച്ച് തുടങ്ങി ഗൈസ്. അവള് നീ ഫുൾ എടുത്തിട്ടില്ലല്ലോ. ചോറും പുളിശ്ശേരിയും അവിയലും പപ്പടും. എൻ്റെ പുളിശ്ശേരിയും പപ്പടും. അവൾക്ക് അവിയൽ ഇഷ്ടമല്ല ഗൈസ്, അവൾ കഴിക്കില്ല, നന്നാവില്ല. അവിയലൊക്കെ കഴിച്ചാലേ സൗന്ദര്യം വരും. നമുക്ക് ഇടയ്ക്കാണ് വേണം ഗൈസ്. കൊടുക്ക്. കളിയാക്കുന്നോ? നല്ല ടേസ്റ്റ്. നിങ്ങളും കഴിക്കട്ടെ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. ഇത് രാത്രിയാണെങ്കിൽ ഡിന്നർ കഴിക്കും. ഒരു 11 മണി സമയത്ത് സ്നാക്സ് കഴിക്കും. എന്ത് വേണം കഴിക്കാം. എപ്പോൾ അതിന് സമയമൊന്നുമില്ല, എപ്പോൾ വേണം കഴിക്കാം. നീ കഴിക്കാറില്ലേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം. ഉച്ച സമയം നല്ലോണം ഉറക്കം വരുന്നു. അത് വെയിലൊക്കെ കൊണ്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മു ഇവിടെ പറഞ്ഞു മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല കേസ്, ചുമ്മാ നോർമലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത്ര കാണിക്കാൻ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവൾക്ക് എന്തോ ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. എന്നാൽ പിന്നെ കാണിച്ചേക്കാം ഞാൻ വിചാരിച്ചു. അങ്ങനെ കാണിക്കാം. ബാ, ശരിക്കും ഉറക്കം വരുന്നുണ്ട് എനിക്ക്. എന്നാൽ ബാ ഗൈസ്, നമ്മൾ 2 ബാഗാണ് ഇത് കൊണ്ടുപോയത്. നമ്മൾ ഒറ്റ പോയത് 2 ബാഗ്. ഒന്ന് ഈ ബാഗ്, അത് അവർക്ക് കോപ്പി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബാഗ് കൊടുത്തു. പക്ഷേ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ആവും. അങ്ങനെയൊന്നുമില്ല, ഇതിന് വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഈ പേപ്പറിന് എന്തോരം വെയിറ്റ് ഉണ്ടാവും ഗൈസ്? എത്ര ഉണ്ടാവും? ഇത് നിറച്ച് നിങ്ങൾ നോക്ക്.
ഇത്രയുള്ള ബാഗ് ഇത് നിറച്ച് സാധനം. അപ്പൊ നമുക്ക് എന്തോരം വെയിറ്റ് നല്ല വെയിറ്റ്. ഈ അമ്മ കാണിച്ചു തരും. ആദ്യം എൻ്റെ ബുക്കൊക്കെയാണ് കഴിച്ചത്. പിന്നെ എനിക്ക് സോക്സ് വേണമായിരുന്നു. അപ്പം എനിക്ക് സോക്സ് മേടിച്ചു തന്നു. ചെരുപ്പ് മേടിച്ചു കേട്ടോ. അത് ഞാൻ നേരത്തെ മുൾത്താനി പെട്ടി. അത് ഈ കല്യാണം പ്രമാണിച്ചപ്പോൾ ഭയങ്കര സ്കിൻ കെയർ ആണ് കേസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിയട്ടോ നീ ബാഗ് ഇത് ശരിക്കും മറ്റേതിൻ്റെ കൂടെ തന്നെ ഉള്ള സാധനം. പിള്ളേർ തമിഴിൽ പോയപ്പോൾ നമ്മുടെ കസിൻസ് ഇതിൽ 3 കുഞ്ഞു പിള്ളേരുള്ളത്. അവർക്ക് 3 ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ പിള്ളേർ. പക്ഷെ അതിന് മറ്റേ കിട്ടിയില്ല. അപ്പം അതിന് നമ്മൾ വെൽക്രോ വാങ്ങിച്ചിട്ടുണ്ട്. 3 വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ സാധനം. ചന്ദ്രികയുടെ മെയിൻ ചന്ദ്രികക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രികയുടെ മെയിൻ ഫാനാണ് കേസ്. ചന്ദ്രികയുടെ സോപ്പ് കണ്ട അവർക്ക് വേണം. ചന്ദ്രിക എന്ന് നമ്മൾ എവിടെ കണ്ടാലും അവർക്കത് വേണം. ചന്ദ്രികയുടെ സാധനത്തിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അതാണ് നമ്മൾ മേടിച്ചത്. മുഖത്ത് മാത്രം ചെയ്താൽ പറയുന്നത്. ഫ്ലാക്സിഡ് ചിയാ സീഡും ഉണ്ട്. ചിയാ സീഡ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. ഇത് അമ്മുവിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് ആണ്. അമ്മുവിൻ്റെ മാത്രമല്ല വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം. എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ അമ്മുവാണ് ഇത് തുടങ്ങി വെച്ചത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്രീമാണ്. ഇത് സാധനം മേടിച്ചത്. അത് മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് അറിയാൻ പറ്റില്ല. ഡോക്ടർ വാഷ് ഇതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. പക്ഷെ ഇത് എക്സ്ട്രാ ഡോക്ടർ വാഷ് വീണ്ടും അതിന് കസ്തൂരി മഞ്ഞൾ. അതിന് കൂട്ടായിട്ട് ഇതിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞൾ പൊട്ട്. ആ കടയിൽ ഇതിനും ചെറിയ പൊട്ട് എനിക്ക് കിട്ടാനില്ല. ഇനി സാറിന് പറഞ്ഞു ഷുഗർ കട്ടൊക്കെയാണ്. നല്ല മിഠായി മാത്രം ഷുഗർ കട്ടായിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു. ആൽമണ്ട് അമൂലിൻ്റെ ആൽമണ്ട് ബാർ. അതുപോലെ വെറൈറ്റി സാധനം ഞാനിത് കഴിച്ചു നോക്കിയിട്ടില്ല. വെറൈറ്റി കണ്ടിട്ട് നമുക്ക് കഴിക്കാം. ആൽമണ്ട് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തില്ല. പിന്നെ ഗൈസ് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തായിട്ട് വേണ്ട. പിന്നെ മതി. പാസ്ത ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ. എനിക്ക് ഇഷ്ടമാണ്. ഞാനിതിൻ്റെ ചീസി ടൊമാറ്റോ. മറ്റേത് എനിക്ക് ഇഷ്ടമല്ല. വൈറ്റ് സോസ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ ചീസി ടൊമാറ്റോ ആണ്. സൂപ്പർ ടേസ്റ്റ്. നമുക്ക് ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്യണതാ. ഇഷ്ടമുള്ളവരുണ്ടോ? നെക്സ്റ്റ് ഇഷ്ടമുള്ളത് ഇനി മാഗി ലവേഴ്സിന്. അത് മാഗി അല്ല സോറി യിപ്പി. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടമല്ല. ചില സമയത്ത് ഒരു മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂഡ് ഉണ്ടല്ലോ. എനിക്ക് പക്ഷേ മറ്റേ നൂഡിൽസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് എനിക്ക് പക്ഷെ മറ്റേ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ എനിക്ക് അങ്ങനെ അല്ല. ഞാൻ എന്താ ചെയ്യാൻ ഇത് മറ്റേത് എന്താണ് പോപ്കോൺ കോണിൻ്റെ 4 കൂടെ വരും. നമ്മൾ ചവറ ചില്ലി ഉണ്ടാകുള്ളൂ. അപ്പോൾ കാശ് നോക്കിയില്ല. ഞാനൊന്ന് വാങ്ങിച്ചു 4 ഇത് ചില്ലി സർപ്രൈസ്. ചില്ലി സർപ്രൈസ് ഫ്ലേവറാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. ഇടയ്ക്കിലേക്ക് കടലമാവ്. അതും എന്തിനായിട്ട് എനിക്കറിയാത്ത സാധനങ്ങൾ ഉണ്ടാക്കാനല്ല, ഫോർ സ്കിൻ കെയർ. കണ്ടീഷണർ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്തിരുന്നത് ഒന്ന് ധാത്രിയുടെ എണ്ണ, ദീപിയുടെ ഷാമ്പു. അപ്പം ഞാൻ മെയിനായിട്ട് ഇടാറില്ല. മെയിനായിട്ട് നമ്മുടെ താളിയാണ്. നമ്മുടെ മറ്റേ അല്ലെ നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യാറ്. അല്ലാണ്ട് ഇങ്ങനെ ഷാമ്പു കണ്ടീഷണർ വല്ലപ്പോഴേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം ദീപിയുടെ കണ്ടീഷണർ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞോടെ ഞാൻ മുടി വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വെട്ടി കൊടുത്താണ് ഗൈസ്. അതും കൂടി പറയാൻ കൂടെ മുടി വെട്ടി ഗൈസ്. ഞാൻ വെട്ടി. ഇതിൽ എന്തോ അധികം കുറച്ചിട്ടില്ല. ലെഫ്റ്റൊക്കെ ഇത്ര തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ചൊന്നും ഫ്രണ്ടിൽ ലെയർ പോലെ ആക്കി കൊടുത്തു. ലെയർ പോലെ ആക്കി കൊടുത്തു. അതെവിടെ ഇനി അതേ ലാസ്റ്റ് സാധനം നമ്മുടെ ഫേസ് വാഷ്. അത് മഞ്ചാരാസിന്റെ മിട്ടി ഫേസ് വാഷ്. അത് നമ്മൾ രണ്ടുപേരും സെയിം സാധനം തന്നെ മേടിച്ചത്. അമൂലിന്റെ ആൽമണ്ട് ബാർ കുറിച്ച് വെച്ചോ. എൻ്റെ അമൂലിന്റേതല്ല, അമൂലിന്റെ ക്രീം മിൽക്ക് ചോക്ലേറ്റ് മാർഷ്മെല്ലോന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതിന് പൊട്ടിച്ച മാർഷ്മെല്ലോ കോട്ടഡ് വിത്ത് ക്രീമി മിൽക്ക് ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓവർ മധുരമൊന്നുമില്ല. ഒരു ലൈറ്റ് മധുരമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഭയങ്കര മട്ടിക്കുന്ന മധുരം വന്നാൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഐസ്ക്രീമാണോ ചോക്ലേറ്റ് ആണോ ഇഷ്ടം? കമന്റ് ചെയ്യണം. എനിക്ക് ചോക്ലേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഐസ്ക്രീം ഞാൻ തിന്നായിട്ടാന്നല്ല. ഐസ്ക്രീം തിന്നും. പക്ഷേ ചോക്ലേറ്റ് കിട്ടിയാലാണ് കുറച്ചുകൂടെ. ഐസ്ക്രീം വല്ലപ്പോൾ കിട്ടിയാൽ മതി. ചോക്ലേറ്റ് എപ്പോഴും കിട്ടിയാൽ എപ്പോൾ ഇവിടെ കിട്ടും. അത് നിങ്ങളുടെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അമൂലിൻ്റെ
ആൽമണ്ട് ബാർ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഇതാണ് സാധനം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം പോപ്കോൺ ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്നാക്സ് ആയിട്ടൊക്കെ തിന്നാൻ നല്ല പോപ്കോൺ അല്ലേ, 0 കലോറി ആണെന്നാണ് കേട്ടിരിക്കുന്നത് പോപ്കോണിന്. അപ്പം പോപ്കോൺ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഇപ്പം 2:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പോപ്കോൺ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ ആദ്യം എന്ത് വേണം? കത്രിക വേണം. പൊട്ടിക്കാൻ കത്രിക വേണം. കിട്ടി. നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ച് നമ്മൾ 4 പാക്കറ്റാണ് വാങ്ങിച്ചേക്കണം കേട്ടോ. 4 പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അത് മൂടി ഇങ്ങനെ മുറിക്കാം. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇടയ്ക്കും പറയാനില്ല, ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെയായി അടയ്ക്കാം. ഇങ്ങനെ അടയ്ക്കാം. മറ്റേത് അടച്ചിട്ട് ഇവിടെ ഇതുള്ളത് കൊണ്ട് എന്തോ സംതിങ് ഫിഷി പോലെ തോന്നി എനിക്ക്. സുഖല്ലേ? ഇന്ന് എൻ്റെ വേണ്ട എന്തൊക്കെയുണ്ട്? ഒച്ചയൊക്കെയുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അച്ഛാ, നിങ്ങളൊക്കെ ഒച്ച കേൾക്കുന്നുണ്ടോ? നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. പേടിയാണ്. കുറച്ചിട്ടുണ്ട്. പുകയൊക്കെ ഉണ്ടല്ലോ. പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൂടി വെച്ച് അടയ്ക്കുമ്പോൾ ചെറിയൊരു കൂടെ നിൽക്കണം അല്ലേ? പോപ്കോൺ ആവണോടെ വരെ കൂടെ നിൽക്കണം അല്ലേ? കൂടെ നിൽക്കണം എന്നല്ലല്ലോ. അല്ല, കൂടെ നിൽക്കണം എന്നല്ല പറഞ്ഞത്. അത് നമ്മൾ വേറൊന്നും ഒഴിക്കണില്ലല്ലോ, കരിയെടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറയാം. കാരണം ഒന്ന്, പിന്നെ നമുക്ക് ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് റോട്ടി പോയ പോലെ. ഒരു മിനിറ്റ് കേസ് പോരാ, ഒന്ന് കൊടുക്കട്ടെ. എന്നിട്ട് അനിയത്തിയായപ്പോൾ കേസ് ഞാൻ വെറുതെ വിട്ടതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കിയൊക്കെ ഉണ്ടോ? അല്ല, അതെന്താ സംഭവിക്കണമെന്ന് അറിയാൻ പൊട്ടുമ്പോൾ കാണിക്കണേ. ആലോചിക്കാം. പൊട്ടുമ്പോൾ എങ്ങനെ ഉള്ളോട്ട് കാണിക്കാം? അപ്പോൾ അവരുടെ മെത്ത് തെറിക്കില്ലേ? സ്നേഹം. എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമല്ലേ. ഇവളോട് മാത്രമേ ഇല്ലാത്തുള്ളൂ. ആണല്ലോ? അതെ. ഉറപ്പാണല്ലോ? അതെ. ഗൈസ്, ഇതിങ്ങനെ തിളയ്ക്കണത് മാത്രമേ കാണുന്നുള്ളൂ. പൊട്ടണതായിട്ടുള്ള ഒച്ചൊന്നും കേൾക്കണില്ല. പൊട്ടുമായിരിക്കുമല്ലേ? പൊട്ടാണ്ടിരിക്കോ? പൊട്ടിയില്ലെങ്കിലോ? പൊട്ടട്ടെ. ഗൈസ്, നല്ല വെയിലാണ് ഗൈസ്. ഇന്നലെ ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇന്ന് നല്ല വെയിൽ. എന്തൊക്കെ ഇവിടെ നടക്കണേ? എൻ്റെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് മനസ്സിലാവണില്ല. ഇന്നലെ മഴ, ഇന്ന് വെയിൽ, നാളെ മഞ്ഞായിരിക്കും. എനിക്കൊന്ന് ഭൂമി മറ്റേ അന്യൻ കളിക്കണം. ഒരു ദിവസം മറ്റേ റെമോ, ഒരു ദിവസം അമ്പി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് നല്ല വെയിലുണ്ട്. ഇന്ന് അന്യനാ. അത് ഇന്നലെ നല്ല തണുപ്പായിരുന്നു, ഇന്ന് പക്ഷെ നല്ല ചൂടാ. യാ സംതിങ് ഫിഷ് ഈസ് ഹാപ്പനിങ് അല്ലേ അമ്മു? എന്നിട്ട് എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക്? സുഖല്ലേ ഗായ്സ്? പൊട്ടി തുടങ്ങി. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേട്ടില്ലേ? പൊട്ടുന്നുണ്ട്. കുറച്ച് താമസിച്ചാലും പൊട്ടിത്തുടങ്ങി. കാര്യമായി പൊട്ടുന്നുണ്ട്. അമ്മേ, പൊട്ടാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊട്ടൽ പൊട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒച്ച കേൾക്കുന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറിക്കുന്നുണ്ട്. എന്തായാലും സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. കരിഞ്ഞ് കൊണ്ടുവന്ന് അറിയാൻ പാടില്ല. നോക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ ഇനി ഒറ്റ ഞാൻ നോക്കും. ഒന്ന് മാറി നിന്നത്. അതിനുള്ളിൽ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ ഉണ്ട്. അതൊക്കെ തെറിക്കണ്ടല്ല. അമ്മേ ഗൈസ്, ഒരെണ്ണം പുറത്ത് വന്നു കേട്ടോ. എനിക്ക് നന്നായി ഗൈസ്. നമുക്കത് കഴിച്ചിട്ട് കാണാം. അല്ല, ടേസ്റ്റ് എരിവ്. ചില്ലി സർപ്രൈസ് വെറുതെ സർപ്രൈസ് ആയില്ല ഗൈസ്. പൊട്ടിയോ ഫുള്ള്? അറിയാൻ പറ്റുന്ന തുറന്നു നോക്കാൻ പേടിയാവും. എവിടേക്കും എന്തൊക്കെ ഒച്ചയ്ക്ക് കൂടി കേൾക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു.
എന്തിനാ ഓഫ് ചെയ്തേ? തുറന്നു നോക്കണ്ടേ, ഇല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കില്ലേ? നമ്മൾ തുറക്കാൻ പോകണം ഗൈസ്. 3 2 3 3 2 കഴിഞ്ഞില്ലേ? വണ്ണല്ലേ നീ? 1 ഗൈസ് ഫുൾ കിട്ടി. നമുക്ക് കുറേ ഉണ്ട് കേട്ടാ. ഇത് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രം എടുത്തത്. ഓ അങ്ങനെ അങ്ങനെ നീ കൈ വെച്ചാൽ ഞാൻ ഇങ്ങനെ എടുക്കും. ആ വാവ് വാവ് വീണില്ല ഗൈസ്. തൊട്ട് വാവ്. ഇനി ഉണ്ട് കേട്ടാ. മൗസു അങ്ങനെ കാണിക്കല്ലേ. ആ വാവ്. ഇതേ ഗൈസ് പോപ്കോൺ മല. കൊള്ളാലേ. എരിവുണ്ട് കേട്ടോ. സാധനം എരിവുണ്ട്. സൂപ്പറാ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്താ ചുമന്നേ? ഇപ്പൊ മനസ്സിലായ ഗൈസ്? ഒരാൾ ഓടുന്നു ഗൈസ്, ചുമച്ച് ഓടുന്നു. ആ എരിവും കൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനത്തിന്. കൊള്ളാം. നമ്മൾ ചോറുണ്ടാവുള്ളൂ. ഇപ്പോൾ ഉണ്ടാക്കി കിട്ടണം. അപ്പോൾ അതിൽ പാത്രത്തോടെ ആക്കി വെക്കാം. ഓക്കെ, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചില്ലെങ്കിൽ തണുത്തു. ഓക്കെ, കൊള്ള മാത്രം. നോ എയർ ടൈറ്റ് ഔട്ട് എന്ന് പറയുമ്പം ഇതന്നെ പണി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തിന്നാലേ. ശരിക്കും സിസ്റ്റേഴ്സ് ഡേ ഔട്ട് എന്ന് പറയാൻ പറ്റില്ല. ഓണം വെക്കേഷൻ സ്റ്റാർട്ട്സ് നൗ. അതാണ് ശരിക്കും ഇത്. അല്ലാണ്ട് ഇതിനെ സിസ്റ്റേഴ്സ് ഡേ ഔട്ട് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതെ. അങ്ങ് പറഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ എന്നെ കൊണ്ട് എപ്പോഴും നല്ലതെല്ലാം ചോദിക്കണം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഗൈസ്. അതെ അതെ. ചക്കല അടയും പോലെ. അതെ ഗൈസ്, അപ്പം പോപ്കോണൊക്കെ കഴിച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവാം. വെയിലത്തൊക്കെ വന്നതിൻ്റെ ഭയങ്കര ക്ഷീണം. വെറുതെ കുറച്ച് നേരം കിടക്കാൻ പോവാം. റീൽസൊക്കെ കണ്ട് ഉറങ്ങുന്നില്ല, പക്ഷേ റീൽസൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാൻ പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിരുന്ന് ഇനി നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോകണം. വൈകുന്നേരം 4 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പാസ്ത ഉണ്ടാക്കാം. ഓക്കെ, ഇത്ര ഗൈസ് ഒരു പാക്കിലുണ്ടാകും. നമ്മൾ 2 പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സോസും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും. നമുക്ക് അതിൻ്റെ കൂടെ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എന്ത് വെള്ളം ഇനി വേണമല്ലോ. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സോസ് ഒഴിച്ച് കൊടുക്കാൻ പോകണം. സോസ് ഇട്ട് കൊടുക്കും. എങ്കിൽ സോസ് അല്ലേ ഇത്? ആ സോസ് ഇതിൻ്റെ ഇത് തന്നെയാണ്. ഒഴിക്കാൻ അങ്ങോട്ട് ഒരു മൈക്കിലൊക്കെ ഇട്ടോ. ആദ്യമായിട്ട് അത് മര്യാദക്ക് ഇട്. നീ ഇട്ട് കുടയണ്ട. അങ്ങനെ നമ്മൾ പാസ്ത റെഡിയാക്കാൻ വെച്ചേക്കാം. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് പാസ്ത കഴിക്കാം. ഓക്കെ, അപ്പോൾ അമ്മു അവിടെ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഞാനിപ്പോൾ സൈഡിലിരുന്ന് പോപ്കോൺ കഴിക്കാൻ അവിടെ നീണം. അമ്മ ഉണ്ടാക്കി തീരണവരെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ കഴിച്ചിട്ടിരിക്കാം. ഇനിയിപ്പോൾ പാസ്ത കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പണിയുണ്ട്. നമ്മൾ രാവിലെ പോയത് കാരണം വീട്ടിലെ പണിയൊന്നും നടന്നില്ല. പണിയൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് ഗൈസ് ഓണം വെക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും അല്ലേ? അങ്ങനെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാസ്ത കഴിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കി നമ്മൾ പുറത്ത് പോയിരുന്ന് കഴിക്കാൻ പോകണം. അതെന്താണെന്ന് വെച്ചാൽ ഒരു വൈബ്, ഒരു എസ്തെറ്റിക് വൈബിന് വേണ്ടിയിട്ട്, ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ പോകണം. ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാനിങ്ങോട്ട് നീങ്ങിരുന്ന് കഴിച്ചോളാം. എന്നിട്ട് അമ്മു അവിടെ പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റാക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ കഴിക്കുന്നത്. എനിക്ക് അതാ ഭയങ്കര ഇഷ്ടം. മാഗി ആണെങ്കിലും ഇതാണെങ്കിലും ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ തിന്നാൻ എനിക്കിഷ്ടം. കഴുകി വയ്ക്കാൻ മടിയായിട്ടല്ല കേട്ടോ, പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനത്തെ കഴിക്കണേന്. കാണിച്ചു തരാം ഗൈസ്, സൂത്രം കാണിച്ചു തരാം. അതല്ലല്ലോ സൂപ്പറാ. വൈകുന്നേരത്തേക്കൊക്കെ പറ്റിയ സാധനം അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ സാധനം കഴിക്കാൻ പോണ ഗൈസ്. എനിക്ക് അതിൽ തന്നെ കഴിക്കാൻ ഇഷ്ടം. നമുക്ക് കഴിക്കാം. അങ്ങുണ്ട് അടിപൊളിയല്ലേ? കൊള്ളാം, നല്ല നല്ല ക്രീമിയാണ്. സൂപ്പർ ഗൈസ്. ആദ്യം നിങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ ഗൈസ് കഴിച്ചിട്ട് വരാം. ഗൈസ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്.
എത്ര വട്ടം നല്ല സ്ഥലത്ത് സമയമൊക്കെ പോണേ മുമ്പ് അതിനെപ്പറ്റി പറയാനുള്ളത് രാവിലെയൊക്കെ പറവൂല് പോയാണ്ട് തോന്നണം. ഇത് മാത്രമല്ല വെക്കേഷൻ ആയതുകൊണ്ടാണ്. വെക്കേഷനുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ സമയം പോകും എല്ലാം അതെ. പക്ഷെ ഇനിയും സ്കൂളുള്ള ദിവസമാണെങ്കിലുണ്ടല്ല ഇങ്ങനെ ലാഗായി പോവുള്ളൂ എപ്പോഴും. അതെ. അപ്പോൾ ഇനി അങ്ങോട്ട് ചടപടയെന്നായിരിക്കും വെക്കേഷൻ തീരണത് നമ്മൾ അറിയത്തില്ല. അതുപോലെ ഇരിക്കും അല്ലേ? അതെ അതെ ഗൈസ്. അങ്ങനെ പാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ സമയം 4:30 ആവാറായി. അപ്പോൾ നമുക്കിനി കുറച്ച് വീട്ടിലെ പണികളൊക്കെ ആയിട്ട് പോവാം. കാരണം അമ്മ വരുമ്പം 6 മണി കഴിയും. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ വീട് അടിച്ചു വാരിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കണതിന് മുമ്പായിട്ട് നമുക്ക് അതൊക്കെ ചെയ്ത് വെക്കണം. അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്ത് വെച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ പോവാം. ഓക്കെ അമ്മു, തുടങ്ങിയാലോ? നീ വേണം. ഓണം സെലിബ്രേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പണി അമ്മൂനെ ഏൽപ്പിക്കാൻ അമ്മേനോട് പറഞ്ഞിരുന്നത്. അമ്മു ഉണ്ടാവും ഗൈസ്. അമ്മൂൻ്റെ തുല്യ പങ്കാളിത്തത്തോടു കൂടി പണി നടക്കും. അപ്പോൾ നമുക്ക് പണിയാം. അങ്ങനെ നമ്മുടെ ആയുധം ഞാൻ അമ്മൂനെ കൈമാറാണ്. എന്നാ പിടിക്ക്. ഇന്ന് അമ്മുവാണ് തൂത്തുവാരുന്നത്. ഞാൻ ഒതുക്കി തരാം. അമ്മ തൂത്തു പോക്കോ. ഓക്കെ, തുടങ്ങിക്കോ. ആ റൂമിൽ നിന്ന് തുടങ്ങിക്കോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് തുടങ്ങാം. ബാ, അതെളുപ്പം. ബാ, കമൺ. അപ്പം നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അടിച്ചു വാരാനും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി വന്നു കഴിയുമ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലായിടത്തും വലിച്ചു വാരിയിടും. പിന്നെ അത് അടുക്കി വെക്കണ പരിപാടിയില്ല. അപ്പോൾ അതാണ് ഇത്തിരി പണിയുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. സമാധാനമായിട്ട് ഇപ്പം നല്ല വെയിലൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അമ്മ വർക്കൗട്ട് ചെയ്യാൻ പോയി. നമ്മൾ ഹോം വർക്കൗട്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് വന്നാൽ മതി എല്ലാ ദിവസവും. ഞാൻ പിന്നെ എൻ്റെ കാലിനൊരു ചെറിയ പണി കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയ നമുക്കിപ്പോൾ ഡാൻസിൻ്റെ ഇതുണ്ട്. അതായതിപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആ മൂവ്മെൻറ്റൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും വർക്കൗട്ടായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് മാത്രം വയ്യ കാലം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല വെയിലൊക്കെ ആസ്വദിച്ച് നല്ല കാറ്റും ഞാൻ കാണിച്ചതല്ലേ ഫ്രണ്ടിൽ പാടാതുള്ളതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ല കാറ്റാണ്. നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ വെറുതെ ഇരിക്കുക. ഇനിയിപ്പം 5 മണി കഴിഞ്ഞു. ഒരു 5:45 മണിയാകുമ്പോഴത്തേക്ക് അമ്മ വരും. പിന്നെ സമയം പോണതേ അറിയില്ല. ശരിക്കും ആ സമയം വരെ സമയം കളയാനാണ് ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ അമ്മൂന് വെക്കേഷൻ ആയതുകൊണ്ടാണ് പിന്നെയും ടൈം പോണത്. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ അമ്മു സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താൽ ഒന്നുമില്ല എനിക്കതിൽ കാണിക്കാൻ. ഞാൻ വെറുതെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ സിനിമ കാണും, അല്ലെങ്കിൽ റീൽസും കണ്ടിരിക്കും. ഇത് തന്നെ എനിക്ക് പരിപാടി. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കാണിക്കാനില്ല എൻ്റെ ഇതിൽ. ഇത് അമ്മൂൻ്റെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഓണം വെക്കേഷൻ തുടങ്ങിയതിൻ്റെ ആ ഒരു ഇതായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തടുത്ത് ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അങ്ങനെ തിരക്ക് വരും. ഇപ്പോൾ ഓണം നമ്മളിവിടെ ആഘോഷമില്ല. അച്ഛൻ്റെ അമ്മ മരിച്ചത് കാരണം നമുക്ക് ഇപ്രാവശ്യം ഓണമില്ല. അത് നമ്മൾ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. ഓണം വലിയ കാര്യമായിട്ട് ഇക്കൊല്ലില്ല. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോകും പ്രാവശ്യം ഓണത്തിന്. അവിടെയാണ് ആഘോഷം. അവിടെ നമുക്ക് നമ്മുടെ അമ്പലമുണ്ട്. അവിടെ അമ്പലത്തിൽ ആറാട്ടൊക്കെ വരുന്ന. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഞാനപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതൊക്കെ കാണിച്ചു തരാനായിട്ട്. അങ്ങനെ അമ്മൂന് ഇനിയിപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് കുറച്ചൊക്കെ ഒന്നിങ്ങനെ കറങ്ങിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അമ്മ വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇന്നിപ്പോൾ പുറത്തൊക്കെ പോയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം മേടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ചെയ്യാം. അങ്ങനെ സന്ധ്യ ഗൈസ്. അമ്മ വിളക്ക് എത്തിക്കുക ഗൈസ്. അപ്പോൾ അമ്മ അവിടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഡാൻസൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഡെയിലി ബോഡിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് മര്യാദയ്ക്കൊന്നും വണ്ണം നിൽക്കില്ല, ഭയങ്കര വണ്ണമായി പോകും. അപ്പോൾ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ക്ലാസിക്കൽ നോക്കിയിട്ട് കുറച്ചായി. അപ്പോൾ എന്തെങ്കിലും ക്ലാസിക്കലൊക്കെ നോക്കാം, എന്തെങ്കിലുമൊക്കെ പഴയ ഇതൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കാം.
വെച്ചിട്ടുണ്ട്. അത് മതി, ധാരാളം മതി. അപ്പോൾ ഇനി അമ്മ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഡാൻസിൻ്റെ ഇടയിൽ അമ്മ വന്നായിരുന്നു. ഇനിയിപ്പോൾ സമയം ചടപടേന്ന് പോകും. നമുക്ക് പോയിട്ട് നോക്കാം. അമ്മ ഗ്രീൻ ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്രീൻ ടീ കുടിക്കാം. അമ്മ വന്നു ഗൈസ്. അമ്മയ്ക്ക് ഭയങ്കര നാണ ഗൈസ്. ഫോണിൽ വീഡിയോ ആയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നാണ. അമ്മ അങ്ങനെ ഫ്രണ്ടിലൊന്നും വരില്ല. പിടിച്ച് നിർബന്ധിച്ചിട്ടേക്കട ഇപ്പോഴാണ് കാണുന്നത്. എന്താണ് പരിപാടി? എന്ത് പരിപാടി? ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നു. അതിലോട്ടൊക്കെ നീയല്ല ചോദിക്കുന്നത്, നിന്നെയല്ലേ നോക്കണ്ടേ? ഓ അങ്ങനെ. ആ എന്നിട്ട് എങ്ങനെയുണ്ടായി വർക്കൊക്കെ? വർക്കൊക്കെ സൂപ്പർ. ഓണം സെലിബ്രേഷൻ എന്നാ? നാളെ കഴിഞ്ഞ്. അടിച്ചു പൊളിക്കണ്ടേ? പിന്നല്ല. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖം തന്നെ. ഇപ്രാവശ്യം ഓണം എവിടെയാണ് നമ്മൾ ആഘോഷിക്കണമെന്ന് പറ. കോട്ടയത്ത്. കോട്ടയത്ത് എന്താ ഇന്ന് ആഘോഷിക്കാൻ കാരണം? ഇപ്രാവശ്യം നമുക്കിവിടെ ഓണമില്ലാത്തതുകൊണ്ട്. കഴിഞ്ഞോ? ഇത് ഇങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട എന്തെങ്കിലും പറ. ഇതെന്ത് പറയാനാ? അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓ ഗൈസ്, ഇൻവെർട്ടറാണ് ഗൈസ്. അതല്ല ഇത് മറ്റേ ഇൻട്രോവേർട്ടിൻ്റെ കസിൻ ഇൻവെർട്ടർ. എന്താ ഇൻട്രോവേർട്ടല്ല, പക്ഷെ ഇൻവെർട്ടറാണ്. ഇറക്കി നാളെ വരും അങ്ങോട്ട് അല്ലേ? പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ. ക്യാമറയുടെ പുറകിൽ അമ്മ തീയാണ്. അമ്മ ഒരു പോരാളിയാവും. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന അമ്മയെ പോലെ ഒരു പാവം ഈ ലോകത്തിൽ അല്ലല്ല. പോരാളിയെ നിങ്ങൾക്ക് ഞാൻ അമ്മ കാണാണ്ട് കാണിച്ചു തരാം ഒരു വീഡിയോയിൽ. നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കുറേ പേർക്കൊക്കെ അറിയാം പോരാളിയുടെ യഥാർത്ഥത്. എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. കാണിച്ചാൽ വഴിയാതൊക്കെ വരും അല്ലേ അമ്മ? ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് സുമ. ആ പറഞ്ഞോ, കുത്താമ്പള്ളി പോയിട്ട് എന്തൊക്കെയായി? എന്ത് ഡ്രസ്സൊക്കെ എടുത്തേ? എല്ലാവർക്കും കൊടുക്കണം ഡ്രസ്സൊക്കെ എടുക്കും. ഓക്കെ, നമുക്ക് എന്തൊക്കെ ചടങ്ങുകളാണ് ഉള്ളത്? എനിക്കിതിങ്ങനെ പറഞ്ഞു തരാണെന്ന് എനിക്ക് അറിഞ്ഞു. ചടങ്ങ് കുറേ ചടങ്ങുണ്ട്. തലേദിവസം തുടങ്ങും. ഫസ്റ്റ് സാധനം ഉണ്ടാവും. കഷ്ടപ്പാടിലേക്കാണ് അമ്മയുടെ പോക്ക്. അതുകൊണ്ട് ക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ എനർജി ആയിട്ട് ഇരിക്കും. ബൂസ്റ്റൊക്കെ കുടിക്കാൻ പോട്ടെ. മേടിച്ചതാണ്. ഓ അയ്യോ സ്നേഹ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതൊക്കെ വെറുതെ. ക്യാമറയുടെ ഫ്രണ്ട് വരുമ്പോൾ രണ്ടിന് എന്തൊരു അഭിനയ. ഈ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്ത് രണ്ടും കൂടി അടി തുടങ്ങും. അച്ഛന് സൗകര്യം ഇല്ല എന്നാണ് അച്ഛൻ ഇവിടെ പറയാറ്. നല്ല ഓ എന്തൊരു സ്നേഹമല്ലോ പൊന്നെ. ഇതൊക്കെ എല്ലാവരും കാണും. പോരാളിയുടെ യഥാർത്ഥ സ്വരൂപം അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും. അത് ആലോചിക്കണം. ഇപ്പുറത്ത് നിൽക്കുന്നവരുത്തി ഫേസ് വാഷും പുതിയതൊക്കെ വാങ്ങിച്ച് കുറെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുൾത്താനി മിട്ടി ഫേസ് വാഷ്. അത് പക്ഷെ അടിപൊളിയായിട്ടാ, നല്ല രസമുണ്ട്. സ്ക്രബിംഗ് ഉണ്ടോ? ഇല്ല, പക്ഷെ നമ്മൾ മറ്റേ മുൾത്താനി മിട്ടി ഇപ്പൊ വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേസ്റ്റ് രൂപത്തിൽ കിട്ടൂലേ, അങ്ങനെ നമ്മളത് എടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ അതിലേക്ക് വെക്കുമ്പോഴേ പത വരുള്ളൂ. പത വരുമോ? പത വരും. ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ണ. ഓ പോയിന്റ്, നോട്ട് ദ പോയിന്റ് ഗൈസ്. അതൊരു മണ്ണാണ്. എന്നിട്ട് ഇന്ന് അവിടെ കടയിൽ പോയപ്പോൾ മറ്റേ എന്ത് പൊടിയാ, പയറുപൊടിയൊക്കെ കണ്ടു. പക്ഷെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പയറുപൊടിയൊക്കെ നമ്മൾ അങ്ങനെ മേടിക്കുന്നതിന് നല്ലത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാകും. പക്ഷെ അതിന് മാത്രം പയർ മേടിക്കണ്ടേ? പൊടി കുതിർത്തിട്ട് പൊടിക്കണം, ഉണക്കി പൊടിക്കണം. പക്ഷെ വേഗം തീരുമല്ലേ? ഞാൻ ഉണ്ടാക്കി തരും. എനിക്ക് സമയമില്ല, വിളിക്കും. ഇതാണ് ഗൈസ് പോരാളിയുടെ ചെറുതായിട്ട് പുറത്തു തുടങ്ങി. ഇതാണ് ഗൈസ് ഇവിടത്തെ ഡെയിലി ഉള്ള ഒരു റൊട്ടീൻ. കാണുമ്പോൾ ഭയങ്കര സ്നേഹ, പക്ഷെ വലിയ ഇതൊന്നുമില്ല. സ്നേഹം ഉള്ളിലേ ഉള്ളൂ, പുറമേ കാട്ടില്ല. എല്ലാ അമ്മമാരുടെ മെയിൻ ഡയലോഗ്. ഞാൻ ഇവിടെ മറ്റേ വേലക്കാരിയെ പോലെ കിടന്ന് പണിയെടുക്കാനുള്ള അല്ല, അമ്മമാരെ എടുത്ത് നോക്ക്. എന്ത് നോക്കണം? വലിയ ബുദ്ധിമുട്ടല്ലേ എടുത്ത് നോക്കാൻ? ഞാനല്ല ഉദ്ദേശിച്ചത്. എല്ലാ അമ്മമാരെ ഓരോ വീടുകളിലും കാണുന്ന നോക്ക്. അവരെന്തോരം കഷ്ടപ്പെടുന്നുണ്ടോ. നിങ്ങൾക്ക് അതിന്റെ സ്നേഹം. എന്താ അമ്മമാര് മാത്രം കഷ്ടപ്പെടും, അച്ഛന്മാര് കഷ്ടപ്പെടുന്നില്ല? ഇവിടെ അച്ഛന്മാരെ കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛന്മാരും കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അമ്മമാരെ കൂടുതൽ കഷ്ടപ്പെടുന്നു. അമ്മമാരെ മറ്റേ സിനിമയ്ക്കകത്ത ഡയലോഗില്ല, ഏത് ഈ പണിയെടുത്ത് നടക്കുന്ന ആ നടപ്പ് നേരെ നടന്നിരുന്നെങ്കിൽ ഗൾഫിൽ വല്ലതും ചെന്നൈനേന്ന് സിനിമയ്ക്കകത്ത് പറഞ്ഞതാണ് സത്യം. അമ്മ സത്യങ്ങൾ തുപ്പുന്നു. അതൊക്കെ ചോദിച്ചു. വിശേഷമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ കല്യാണത്തിനൊക്കെ ഒരുങ്ങണ്ടേ അമ്മ? റെഡിയാക്കണ്ടേ? എല്ലാം സുന്ദരിയാണ്ടേ?
ഓ നിങ്ങൾക്ക് എല്ലാം അറിയാലോ, ഇനി ഞാൻ പിന്നെ പറയണം. വേറെ വീഡിയോയിൽ പറഞ്ഞു ഞമ്മ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല. ചിന്തിക്കണം, ചിന്തിച്ചാലേ കിട്ടുള്ളൂ. അല്ല ഇപ്പൊ ചിന്തിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ല. ചെയ്യാണ്ടപ്പോ അമ്മ അങ്ങോട്ട് മാത്രം ഞാൻ എന്ത് ചെയ്യാനാ, ഇതുപോലെയൊക്കെ തന്നെ പോകും. അമ്മയല്ല വീട് എല്ലാത്തിനും പറ്റിയേ ഇനി എന്തൊക്കെ പണികളാ ചെയ്യാനുള്ളത്. ധൈര്യം നമ്മള് മറ്റേ വഴിയൊക്കെ ലെവലാക്കാൻ മണ്ണിറക്കിയിട്ട് അത് കൊളായി കൊളായി ഗൈസ്. അത് ശരിയാക്കും. മെയിനായിട്ട് അത് രണ്ടെണ്ണം. പിന്നെ പെയിന്റിങ് കുറച്ച് ബാലൻസ് ഉള്ളത് അതും തീർന്നു. ഇത് മറ്റേ ദാസനും വിജയനെ പറഞ്ഞല്ലോ AC വാങ്ങണം, ഫ്രിഡ്ജ്, VCR, നമ്മളങ്ങനെ സുഖിക്കും പറഞ്ഞല്ലോ. ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. റൂം ഒക്കെ സെറ്റ് ചെയ്യണ്ടേ? എന്താണ് ആവേശക്കുള്ളൂ, കയ്യിൽ നിന്ന് പൈസ പോകുമ്പോ നല്ല ആവേശ. അമ്മയുടെ ഓഫീസിൽ ഓണാഘോഷം മതിയാണ്. അതും ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് എന്നെ വിളിച്ചത്. നമ്മളപ്പം താളി തേക്കാൻ പോകണം. അമ്മ താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുളിക്കാൻ പറ്റിയില്ല. നമ്മൾ പുറത്ത് പോകുന്ന സമയങ്ങളിൽ രാവിലെ തല കുളിക്കാറില്ല, രാവിലെ മേലെ ഒഴിയുള്ളൂ. അപ്പം നമ്മളിന്ന് താളിയിട്ട് കുളിക്കാൻ പോകണം. ഇന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ടും തേക്കാം. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് കുളിക്കാം. ഇനി കുളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഞാനും കുളിച്ചു, നല്ല ഫ്രഷായി, പാക്കൊക്കെ ഇട്ട് താലിയൊക്കെ തേച്ച് സെറ്റായി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതെ ഗൈസ്, ഇനിയിപ്പോൾ ഒന്നുമില്ല, ഫുഡ് കഴിക്കാം, കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛൻ വന്നിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അച്ഛനെ കാണിക്കാത്ത പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഫുഡ് കഴിക്കണം, ചാച്ചി ഉറങ്ങണം, അതൊക്കെ ഉള്ളൂ. അപ്പം ഇനി എന്താ നെക്സ്റ്റ് വീഡിയോ വരാം? ഇനിയിപ്പം ഓണത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഓണം റിലേറ്റഡ് എന്തെങ്കിലും വീഡിയോ ഉടനെ തന്നെ വരും. അപ്പോൾ എല്ലാവരും കാണാം, ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.